ഒന്നിൽ കൂടുതൽ വിളക്ക് വെക്കുന്നത് മനുഷ്യാലയത്തിന് അനുയോജ്യമല്ല. ക്ഷേത്രത്തിൽ നല്ലതാണ്. അവിടത്തേക്ക് ദീപദർശനം നടത്തിയ നമ്മൾ കൊണ്ടുപോയി ദീപം വെക്കുന്നത് പോലെ ഇരിക്കും നമ്മുടെ സന്ധ്യാദീപം. അത് ഗൃഹനാഥനെയും മറ്റുള്ളവർക്കും അനാരോഗ്യമോ മനസമാധാനമോ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. 15 ദിവസം വെളുത്ത പക്ഷവും 15 ദിവസവും കറുത്ത പക്ഷവുമാണ്. ഇത് പിതൃക്കൾക്ക് ഒരു ദിവസമാണ്. അത് ശരി. ആ ആകാശത്തിൻ്റെ ലക്ഷണമാണ് ഈ വൃത്താകൃതി. അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിളക്ക് തൂക്കുവിളക്ക് വെക്കുന്നത്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ചിലത് അനുഭവിച്ചറിയേണ്ടതാണ്, ചിലത് കണ്ടറിയേണ്ടതാണ്. എന്തായാലും എനിക്ക് ഉറപ്പുണ്ട്, ഒരു ദൈവവും പുരാതന കാലത്തെ പോലെ പ്രത്യക്ഷപ്പെടില്ല. നമസ്കാരം, മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി എന്ന് പറയുന്നത് പ്രശസ്ത ജ്യോതിഷിയും പ്രഭാഷകനും നടനുമായ രാകേഷ് പേരാവൂറാണ്. അദ്ദേഹവുമായിട്ട് നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം. ജ്യോതിശാസ്ത്രമായ പല കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ നമസ്കാരം ചേട്ടാ. നമസ്തേ. സുഖമാണല്ലോ? സുഖം. ഓക്കെ. എനിക്ക് ഒരു പ്രധാന സംശയം എന്ന് പറയുന്നത്, നമ്മൾ ഈ സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തുമ്പോൾ പല വീടുകളിലും ഒന്നിൽ കൂടുതൽ, ചിലർ 5 or 6 ഒക്കെ നിലവിളക്ക് കൊളുത്തുന്നുണ്ട്. ഈ ഒന്നിലധികം നിലവിളക്ക് കൊളുത്തുന്നത് നല്ലതിനാണോ? അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? മനോജ് ഭായ്, എന്താണ് ദീപം എന്ന് നമ്മൾ അറിയണം. അതെ, എന്താണ് ദീപം? ദീപത്തിൽ 5 തിരിയിട്ട് വെക്കുന്ന പഞ്ചഭൂതാത്മകമാണ് നമ്മുടെ ശരീരം. അതെ. അതിൻ്റെ ആ കണക്കൊപ്പിച്ചുകൊണ്ടുള്ള ഒരു സന്ധ്യാദീപം, അത് ഉണ്ടാക്കുന്ന മൂശാരി, ഈ ഓരോ ദീപവും വീട്ടിലേക്ക് വിളക്ക് വെക്കുമ്പോഴും ആ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് തൻ്റെ പ്രവൃത്തിയിൽ വിജയം കണ്ടെത്തുന്നത്. അതെ. ഒന്നിൽ കൂടുതൽ വിളക്ക് വെക്കുന്നത് മനുഷ്യാലയത്തിന് അനുയോജ്യമല്ല. ക്ഷേത്രത്തിൽ നല്ലതാണ്. അതെ. എന്തുകൊണ്ട്? ഒരു വിളക്ക് വെച്ചാൽ കുടുംബാംഗങ്ങളൊക്കെ ചേർന്നുകൊണ്ട് സന്ധ്യയ്ക്ക് പ്രാർത്ഥന നടത്തുന്നു. നമുക്ക് കുട്ടി കാലത്ത് അല്ലെങ്കിൽ പഴയ കാലത്ത് ഓർമ്മയുണ്ട്, ദീപം 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 എന്ന് പറഞ്ഞ് സന്ധ്യാദീപം അകത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും ഒന്നിച്ച് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുകയും അതോടുകൂടി രാമശബ്ദം ജപിക്കുന്നതുണ്ട്. ഇന്ന് ഹൈന്ദവാചാര പ്രകാരമുള്ള ഏതിനെയും നിഷേധികൾ വ്യാഖ്യാനിച്ച് വികൃതമാക്കുന്ന കാലഘട്ടത്തിലാണ് അങ്ങയുടെ ഈ പ്രസക്തമായ ചോദ്യം. അതുകൊണ്ട് തന്നെ ഈ പ്രസക്തമായ ചോദ്യം കാലഹരണപ്പെടാത്ത ഒരു ചോദ്യമാണ് താങ്കൾ ഉന്നയിച്ചിരിക്കുന്നത്. സന്ധ്യയ്ക്ക് ദീപം വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശ്മശാന ദൃഷ്ടി ദോഷമുണ്ടോ ആ വീട്ടിനാണ്. സന്ധ്യാദീപം പുറത്തു കൊണ്ടുപോയി വെക്കുമ്പോൾ ശ്മശാന ദൃഷ്ടി ദോഷം എന്ന് വെച്ചാൽ ശ്മശാനത്തിൻ്റെ ദൃഷ്ടി ആ ഗൃഹത്തെ ബാധിക്കുകയാണെങ്കിൽ പുറത്ത് ദീപം വെക്കാൻ പാടില്ല. ശ്മശാന ദൃഷ്ടി എന്ന് പറയുമ്പോൾ അടുത്ത് എന്തെങ്കിലും ശ്മശാനമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അവിടത്തേക്ക് ദീപദർശനം നടത്തിയ നമ്മൾ കൊണ്ടുപോയി ദീപം വെക്കുന്നത് പോലെ ഇരിക്കും നമ്മുടെ സന്ധ്യാദീപം. അത് ഗൃഹനാഥനെയും മറ്റുള്ളവർക്കും അനാരോഗ്യമോ മനസമാധാനമോ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അത് പക്ഷെ പലർക്കും അറിയില്ലായിരിക്കും അല്ലേ? ഇത് അറിയാൻ നമ്മുടെ കുടുംബങ്ങളിൽ ഇത് പറഞ്ഞു കൊടുക്കാൻ ആളില്ല. പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കാൻ താല്പര്യമുള്ള യുവതലമുറയല്ല. കാരണവന്മാരില്ല, കാരണന്മാരെ അവഹേളിക്കുന്ന കാലഘട്ടമാണ്. യുവതലമുറ കാരണന്മാരെ ആവശ്യമില്ല, അവരുടെ ഉപദേശം ആവശ്യമില്ല, മുത്തശ്ശിയെ ആവശ്യമില്ല. ഇത് തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ ഐശ്വര്യത്തിൻ്റെ എല്ലാ ദീപവും കെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ അങ്ങയുടെ ഈ ചോദ്യത്തെ ഞാൻ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ്. ശരിക്കും ദീപം വെക്കുന്നുവെങ്കിൽ കണക്ക് പ്രകാരം ഒരു സന്ധ്യാദീപം വീട്ടിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ 20 മിനിറ്റാണ് ദീപം പുറത്ത് വെക്കാൻ പാടുള്ളൂ. 20 മിനിറ്റ്. 1 മണിക്കൂറിനെ 3 ഭാഗിക്കുമ്പോൾ സന്ധ്യാദീപം നിർബന്ധമായും വേണ്ടതാണ്. കാരണം ഒരു മനുഷ്യാലയത്തിൽ ഒരു മനുഷ്യന് 30 ദിവസം എന്ന് പറയുന്നത് പിതൃക്കൾക്ക് ഒരു ദിവസമാണ്. 15 വെളുത്ത പക്ഷം കറുത്ത പക്ഷം അറിയാലോ മനോജ് ഭായ്. 15 ദിവസം വെളുത്ത പക്ഷവും 15 ദിവസവും കറുത്ത പക്ഷവുമാണ്. ഇത് പിതൃക്കൾക്ക് ഒരു ദിവസമാണ്. അത് ശരി. ഇതൊന്നും നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ശേഷിയില്ല. അപ്പോൾ സന്ധ്യാദീപം വെക്കുന്നത് ഈ പിതൃക്കൾക്കും കൂടി വേണ്ടിയാണ്. അത് നമ്മൾ മുൻകാലത്ത് പടിഞ്ഞിറ്റയിൽ പിതൃസ്ഥാനമുണ്ട്, സങ്കല്പമാണ്. ഭാരതീയന്റെ എല്ലാ സങ്കല്പമാണ് വിലമതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പടിഞ്ഞിറ്റയിൽ ദീപം തെളിയിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുപോയി വയ്ക്കുകയും തിരിച്ച് പടിഞ്ഞിറ്റ ഈ ദീപത്തിനും പ്രായാധിക്യമുള്ളവർക്കും
ശാന്തിയും സമാധാനവും പ്രാർത്ഥനയും ചെയ്യുന്ന ഒരു രൂപമായിരുന്നു പടിഞ്ഞിറ്റ. ജോത്സ്യരെ ഒരു സംശയം, നമ്മൾ ഈ പടിഞ്ഞാറ്റ എന്ന് പറയുന്നത് എന്താണ്? അതിനെക്കുറിച്ച് പടിഞ്ഞാറ്റ ഒന്ന് തന്നെയാണ്. ഓരോ പ്രാദേശികമായിട്ടുള്ള ഭാഷയിൽ വീടിന്റെ ഒരു വശമാണല്ലേ അത്? തായ്പുരയോട് ചേർന്ന് തായ്പുരയുടെ സ്ഥാനം തന്നെ. അതാണ്. അവിടെ ആയിരുന്നു ഈ വിളക്കുകളെല്ലാം വെക്കേണ്ടിയിരുന്നത് അല്ലേ? സന്ധ്യാദീപം വൃത്തിയായി വിളക്ക് വെച്ചിരുന്നത് കത്തിക്കുന്നതിന് മുമ്പേ. ഇന്ന് സ്റ്റാറിന്റെ അടി ഉപയോഗശൂന്യമായ സ്ഥലത്ത് വെക്കുകയാണ്. ചില സ്ഥലത്ത് നിങ്ങൾ കാണാം ഒരു പീഠത്തിന്റെ മേലെ വിളക്ക് വെക്കുന്നത്. അത് തികച്ചും നിഷിദ്ധമാണ്. എർത്ത് മാഗ്നറ്റ് ഭൂസ്പർശം കിട്ടിയിരിക്കണം ദീപത്തിന്. ഭൂസ്പർശം കിട്ടണം. അല്ലെ പിന്നെ അതിനെ നിലവിളക്ക് എന്ന് പറയണ്ടല്ലോ, സ്റ്റൂൾ വിളക്ക് എന്ന് പറഞ്ഞാൽ പോലെ. ആകാശസങ്കല്പമായിട്ട് ഗജലക്ഷ്മി വിളക്ക് ചില വീട്ടിൽ കാണാം. ആ ആകാശത്തിന്റെ ലക്ഷണമാണ് ഈ വൃത്താകൃതി. അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിളക്ക് തൂക്കുവിളക്ക് വെക്കുന്നത്. രണ്ട് കണ്ണികൾ ചേർത്ത് കൊണ്ട് വെക്കുന്നത് ഐശ്വര്യമല്ല തൂക്കുവിളക്കിന്. ഇതേപോലെ തന്നെ നമ്മളെ ഭവനത്തിൽ പുറത്തു വെക്കുമ്പോൾ സ്റ്റൂളിന്റെ മേലെയോ മറ്റ് ഉയർന്ന ഭാഗത്തോ വെക്കുന്നത് ആ വീടിന് ഐശ്വര്യം ഉണ്ടാക്കുകയില്ല. ചുവരിൽ ചേർന്ന് വെക്കുന്നതോ? ചുവരിൽ ചേർന്ന് വെക്കാം. അത് തൂക്കുവിളക്കായിരിക്കണം. അല്ലാതെ ചുമരിന്റെ മേലെ നിലവിളക്ക് വെക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ ചുമർ വിളക്കെന്ന് പറയുന്നത്. അതുകൊണ്ട് തൂക്കുവിളക്ക് ആകാശസങ്കല്പവും നിലവിളക്ക് ഭൂസ്പർശം. അത് ആമയുടെ പുറത്ത് വെക്കുന്നതാണ്. നിങ്ങൾ കൊടിമരം കണ്ടിട്ടുണ്ടോ അമ്പലത്തിൽ? അതിന്റെ അടിയിൽ ഒരു കൂർമ്മത്തിന്റെ രൂപം കാണാം. അപ്പോൾ അത് ഇളകാത്തതും ദീപം നിത്യവും നിൽക്കേണ്ടി വേണ്ടിയിട്ട് ആ സങ്കല്പത്തിലാണ് നമ്മൾ പുറത്ത് ദീപം വെക്കുന്നത്. ചിലർ കാണാം പുറത്ത് ദീപം വെക്കുമ്പോൾ ഒന്നിക്കിൽ ആ മുന്നിലത്തെ വരാന്തിയില്ലേ അതിന്റെ അറ്റത്ത് കൊണ്ടുവെക്കുന്നത്. അത് തികച്ചും തെറ്റാണ്. കാരണം നമ്മൾ രാത്രി അസ്തയെ സ്വീകരിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. സന്ധ്യാദീപം വെക്കുമ്പോൾ പകൽ വരാൻ വേണ്ടി രാത്രിയെ സ്വീകരിക്കുന്നു. രാത്രി ഇല്ലാതെ എങ്ങനെയാണ് പകല് ഉണ്ടാകുക? അപ്പോൾ ഭാരതീയ ശാസ്ത്രപ്രകാരം ഏതൊരു നല്ലതിനെയും മോശവും നമ്മൾ സ്വീകരിച്ചു കൊണ്ടാണ് ഏറ്റവും കൂടുതൽ പവർ ഉണ്ടാക്കുന്നത്. ഒരു പ്രകാശം ബൾബ് വേണമെങ്കിൽ പോസിറ്റീവും കൊണ്ട് മാത്രം കാര്യമില്ല, അതിൽ നെഗറ്റീവും കൂടി ചേർന്നാൽ മാത്രമേ പ്രകാശപൂരിതമാകുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മനസ്സ് സന്ധ്യാദൈവം വെക്കുന്ന സമയത്ത് എല്ലാ കുടുംബത്തിലെ എല്ലാവരും എന്ത് വേണം? നമ്മൾ പ്രാർത്ഥനയോടെ, അതും പ്രാർത്ഥന എങ്ങനെയായിരിക്കണം അതിനുമുണ്ട് നിയമം. പണ്ട് കാലത്ത് സന്ധ്യാദീപം വെക്കുമ്പോൾ ആദ്യം നമ്മളെ വീട്ടിലെ പെൺകുട്ടികൾ വെള്ളം കൊണ്ടുവന്ന് പുറത്തെ ഇറയത്തൊക്കെ തളിച്ചു ചൂലുകൊണ്ട് വൃത്തിയാക്കി അതിനുശേഷം അവർ കാല് കഴുകിയിട്ടായിരുന്നു ചെയ്തു തരുന്നത് വിളക്ക് സന്ധ്യാദീപം. ഈ കാല് കഴുകാതെ സന്ധ്യാദീപം വെച്ചാൽ ദൈവത്തിന് കോപം വരുമോ? ദൈവത്തിന് നിങ്ങളെ വിളക്കും വേണ്ട, പ്രാർത്ഥനയും വേണ്ട. അതാണ് ഈശ്വര സങ്കല്പം. അപ്പോൾ അവിടെ സന്ധ്യാദീപത്തിന്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, സന്ധ്യാദീപം വെക്കുമ്പോൾ നമ്മുടെ പാദം ജലസ്പർശം ചെയ്യുമ്പോൾ പാദത്തിന്റെ അടിയിൽ എല്ലാ ഗ്രന്ഥികളുടെയും ഒരു മർമ്മസ്ഥാനമുണ്ട്. അത് നനയുമ്പോൾ ആന്തരികാവയവങ്ങളിൽ പോലും ഈ കാല് കഴിയുമ്പോൾ ഉണ്ടാകുന്ന കുളിർമ ആന്തരികാവയവങ്ങളെ പോലും സന്തോഷിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ രാമ 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 എന്ന് പറയുന്ന വൈബ്രേഷൻ നമ്മളെ നാഡീവ്യൂഹത്തെ ഉത്തേജിപ്പിക്കുകയും അസ്തമാന സമയത്ത് തളർന്നിരിക്കുന്ന മനസ്സിനെ ഊർജ്ജസ്വലമാക്കാൻ വേണ്ടിയാണ് സന്ധ്യാദീപത്തിൽ ഈ പ്രാർത്ഥനയെ ഉൾപ്പെടുത്തിയത്. ദൈവത്തിന് എന്തിന് പ്രാർത്ഥന? ദൈവം പൂർണ്ണനാണ്. ദൈവത്തിന്റെ സൃഷ്ടികൾ അപൂർണമാണ്. ദൈവം പൂർണ്ണ. ദൈവം എന്ന് പറയുമ്പോൾ തന്നെ അതും ഒരു അന്ധവിശ്വാസമാണെന്ന് പറയുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഞാൻ ഒന്ന് ചോദിക്കുകയാണ്, ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ചിലത് അനുഭവിച്ചറിയേണ്ടതാണ്, ചിലത് കണ്ടറിയേണ്ടതാണ്. എന്തായാലും എനിക്ക് ഉറപ്പുണ്ട്, ഒരു ദൈവവും പുരാതന കാലത്തെ പോലെ പ്രത്യക്ഷപ്പെടില്ല. കാരണം മനുഷ്യവർഗം അത്രയും നാശോന്മുഖമാക്കിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നിലവിളക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ, അപ്പൊ ഈ ഏകദീപം ആണോ സങ്കല്പത്തിലെ? പഞ്ചഭൂതാത്മകമാണ്. അപ്പോൾ ആ തിരിയുടെ മുമ്പിൽ നിന്ന് ഈ എണ്ണത്തിരി, ഷോപ്പിൽ വാങ്ങുന്ന പന്നിത്തിരിയല്ല, ആ തിരി എങ്ങനെയാ പഴം തുണിയുടെ പുളിപ്പ് മാറ്റി പണ്ടുകാലത്ത് തിരിച്ച് അത് ശുദ്ധമായ വെളിച്ചെണ്ണയോ എള്ളെണ്ണയോ വെച്ച് അത് കത്തുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഔഷധവീര്യം ഉണ്ടായിരുന്നു. ആ ഔഷധവീര്യത്തിൽ നാം
രാമശബ്ദം ഉയരുമ്പോൾ നമ്മുടെ രാമശബ്ദം, ഇനിയിപ്പോൾ രാമശബ്ദം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ ഒന്നും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ഇത് രാമൻ ഉണ്ടാകുന്നതിനോ അല്ലെങ്കിൽ ആ രാമനും ഈ സന്ധ്യാരാമോ ചിന്തിക്കാം. ഈ ശബ്ദബീജികൾ നമ്മുടെ ആന്തരികമായ ഗ്ലാൻഡുകളെ, ഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. ഈ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഗ്ലാൻഡും ഗ്രന്ഥി എന്ന് പറയുന്നത് പ്ലാനറ്റ്സിന് സമാനമാണ്. ഈ സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളുടെയും സമ്മേളനം നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. ആ ശരീരത്തിൽ സമ്മേളനത്തെ ശക്തമാക്കാൻ കൂട്ടായ പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ അത്യാവശ്യമാണ്. ഒരു സൊസൈറ്റിയെ, ഒരു പ്രദേശത്ത് നമ്മൾ അറിയപ്പെടാത്ത ഒരു സ്ഥലത്ത് പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ പ്രദേശത്തെ ഊർജ്ജ സ്രോതസ്, ജനങ്ങളുടെ സ്വഭാവ രീതി. തീർച്ചയായും. കാരണം ഒരു വ്യക്തിയിൽ നിന്ന് കുടുംബവും, കുടുംബത്തിൽ നിന്നുമാണ് സൊസൈറ്റി. ഒരേ കുടുംബങ്ങൾ, ഒരുപാട് കുടുംബങ്ങൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രാർത്ഥനയിൽ മുക്തരായിരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു എനർജി ആ സമൂഹത്തിനുണ്ട്. ആ സമൂഹത്തിലെ എനർജി എല്ലാ വിധത്തിലും പരസ്പരം കൊടുത്തും വാങ്ങുകയും ചെയ്യുന്നു. അത് തിരിച്ചറിയുവാൻ പോലും നമുക്ക് സാധ്യമല്ല. അന്തരീക്ഷത്തിൽ അതിൻ്റെ ഒരു ശക്തി സ്രോതസ്. ആ ശക്തി സ്രോതസ്സിന് ആദ്യമായിട്ട് അങ്ങ് ചോദിച്ച ദൈവത്തിലേക്കാണ് വരുന്നത്. ആ തിരി കത്തുമ്പോൾ നമ്മുടെ ആത്മാവിലേക്ക് നാം കാണാതെ ഒരു പ്രകാശ സ്രോതസ് വന്നു ചേരുന്നു. അത് നമ്മുടെ സെല്ലുകളെ ഡെവലപ്പ് ചെയ്യുന്നു, നമ്മളെ ഗ്ലാൻഡുകളെ ഡെവലപ്പ് ചെയ്യുന്നു, നമ്മളെ ചിന്താധാരയെ പോഷിപ്പിക്കുന്നു. ചിന്താധാരയെ പോഷിപ്പിച്ചാൽ മാത്രമേ ഈശ്വരനെ കാണാൻ പറ്റുകയുള്ളൂ. ഈശ്വരനെ കാണാൻ തയ്യാറാക്കാൻ, മനസ്സിനെ പാകപ്പെടുത്തുവാനുള്ള ആദ്യ പടിയാണ് അങ്ങ് ചോദിച്ചിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമ്മുടെ കൂടുതൽ ഇനിയും എപ്പിസോഡുകളിൽ നമുക്ക് കാണാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ദൈവത്തിന്റെ തന്നെ കാരണം എനിക്ക് ചോദിക്കാൻ 7 തിരിയിട്ട നിലവിളക്കിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതായത് 5 തിരിയാണല്ലോ പറഞ്ഞ പഞ്ചായത്ത് സങ്കല്പം. 7 തിരിയിട്ട നിലവിളക്കിന്റെ പ്രത്യേകതകൾ. അതെ നാം സൂര്യനെയും കൂടി കണ്ടെത്താം. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മൾ എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സമയം നമുക്ക് ഈ ക്ലിപ്തമായ സമയത്തിനുള്ളിൽ മനോഹരമായി ഇത് നമുക്ക് പറഞ്ഞു തന്നു അദ്ദേഹം. അപ്പോൾ രാകേഷ് പേരാവൂരുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം. നന്ദി, നമസ്തേ.